വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 പാചകവാതക സബ്സിഡി ഉപഭോക്താക്കൾ ആശങ്കയിൽ. ആധാർ കാർഡ് ബാങ്കുമായി ബന്ധിപ്പിച്ചവർക്കെല്ലാം പാചകവാതക സബ്സിഡി മുൻകൂറായി ബാങ്കിലെത്തുമെന്ന അധികൃതരുടെ വാഗ്ദാനം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ഉപഭോക്താക്കൾ. ആധാർ കാർഡുകൾ ബാങ്കുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവരെയും അല്ലാത്തവരെയും ഗ്യാസ് ഏജൻസികൾ പലവിധത്തിൽ ചൂഷണം ചെയ്യുന്നതായും ആക്ഷേപം. എന്താ കഥ? പാത്തോ എന്തെങ്കിലും വെച്ചിക്കണോ? എന്തേ വെച്ചേ? ഓന്റെ പാത്തോ, എത്ര നേരമായി കൈയും കേക്ക് ഞാനിവിടെ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്? അതിനുള്ള മറുപടി ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞുതരാം. നിങ്ങളോടാരാ കയ്യും കൈ കുത്തിരിക്കാൻ പറഞ്ഞേ? കത്തലടങ്ങിയിട്ട് വേണ്ടേ മീൻ വെക്കാൻ പോവാൻ? പൊലച്ചയ്ക്ക് 5 മണിക്ക് എണീറ്റ പാട് അടുക്കള കയറിയതാ ഞാൻ. അന്നേരം പോത്ത് പായിട്ട് കിടന്നുറങ്ങില്ലേനോ? കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുള്ള ചോറ്, സാറ്, രാവിലത്തെ ചായക്കുള്ള കടി ഒക്കെ എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണ്ടേ? എനിക്ക് ആകെ ഈ 2 കൈയല്ലുള്ളൂ. എനിക്ക് 2 കൈ കൂടെ ഫിറ്റ് ചെയ്ത് തരാം ഞാൻ. അല്ല പിന്നെ മാണ്ടേ നിങ്ങളെ 2 കൈയുണ്ട്, ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ നിന്നാ പോരെ അടുത്ത്. എന്തിർത്താണ് പാത്തോ തൊട്ടും പിടിച്ചൊക്കെ നിക്കേ? കുട്ടികൾ കണ്ടാ വിചാരിക്കാ? പൈസാങ്കാലത്ത് മൂപ്പര് ഒരു കിന്നാരോ അടുക്കള പണിക്ക് ഒരു കൈത്താങ്കെങ്കിലും തന്നാ മതിന്നാ ഞാൻ പറഞ്ഞു. ചായക്ക് കൂട്ടാൻ ആദ്യം എന്തെങ്കിലും കൊണ്ടുവരീ. ഒരു പണിക്ക് പോകുന്ന കെട്ടിയോന് നേരത്തിനും കാലത്തിനും എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം എന്നുള്ള വിചാരില്ലേ എനിക്ക്? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. പൊളിച്ചക്ക് എന്നെ മോൻ തെറിപ്പിച്ചും കൊണ്ട് വന്നോളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലും മുറിയെ പണിയെടുക്കുന്നേക്ക് കുറ്റല്ല. നിങ്ങളെ തൊള്ള ഞാൻ വരൂലേ? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. വെളിക്ക് കാണുമ്പോ നിനക്ക് ഞാനൊരു പരിക്കമുള്ള മുരിക്ക്. കളിയെല്ലുടക്കാരിൽ തുറക്കുമ്പോ കരിക്ക് നല്ലൊരു കരിക്ക്. അല്ലോ കരിക്ക് നല്ലൊരു വെട്ടി തിന്നേണ്ടി വരും. അല്ല പൗതി ബന്ധ പത്തിരി ഇക്ക് വേണ്ടേ? ഞാൻ വേഗം വേണമെന്ന് പറഞ്ഞപ്പോ ഈ ആകെ ബേജാറായോ? പോയിട്ട് 2 ഭാഗം ചുട്ടിട്ട് വാ. അത് മാണ്ട, നിങ്ങൾ ഇത് തിന്നാ മതി. ഞാൻ തിന്നൂല. വേവാത്ത പത്തിരുന്നാലേ വയറ് കേടാവൂ. ഇവക്ക് ഇത് എന്തിന്റെ സ്വഭാവമാണ് പഠിച്ചോനെ? നിങ്ങളെ കൊണ്ടേ ഞാനിത് തീറ്റിക്കും. ഒരു കഷ്ണം പോലും ബാക്കി വെക്കാണ്ട് നിങ്ങളെ കൊണ്ട് ഞാനിത് തീറ്റിക്കും. എന്തിന്റെ പത്തു എനിക്ക് പറ്റിയത്? പത്തിരി ചുട്ട് എന്റെ പിരി ലൂസായോ? ലൂസാവും. ഇങ്ങനെ പോയാൽ ഇഞ്ച പിരി ലൂസാവും. പത്തിരി തിരിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നേ. ഓ, അപ്പൊ ഗ്യാസ് തീർന്നോണ്ടാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളണേ? എത്ര നാളായി മനുഷ്യ ഞങ്ങളോട് ഞാൻ പറയുന്ന ആ ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്യുന്ന കുറ്റി കാലിയായാലും നിങ്ങൾ നിറച്ചു കൊണ്ടുവരുന്നുള്ള നിങ്ങളെ വാസിയാ?
അന്നോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കുറ്റി 2 മാസമെങ്കിലും ഉപയോഗിക്കണമെന്ന്. അതെങ്ങനെയാ അനക്കൊരു കുറ്റി ഒരു മാസം തന്നെ തികയണില്ല. ഇവിടെ പറമ്പിലെ നല്ല ചുള്ളിക്കൊമ്പും വിറകും ഓലക്കന്നിയുണ്ട്. അതെടുത്ത് 3 കല്ല് കുട്ടി അടുപ്പ് കത്തിക്കണം. അങ്ങനെയാ നല്ല പെണ്ണുങ്ങള്. പുക ഊതി ഊതി എന്റെ കണ്ണുകൂടി കൽക്കേണ്ടി വരും അല്ലേ? ഓളെ ഒരു കരിമശിക്കണ്ണ് മൊഞ്ചു പോന്ന് പേടിച്ചിട്ടാ ഈ അടുപ്പിലൂതാത്തല്ലേ. എല്ലുമുറിയ പണിയെടുക്കുന്ന ഞാൻ ഇനി കല്ലടുപ്പും കൂടി കൂട്ടിട്ട് എന്റെ കണ്ണുകൂടി കലക്കണോ അല്ലേ? മഞ്ച നിങ്ങളോട് ഞാൻ എത്ര കാലായി പറയുന്നേ, 1 ഇഞ്ചസും കുക്കറുമായി തരീ 1 ഇഞ്ചസും കുക്കറുമായി തരീന്ന്. അതാവുമ്പോ ഗ്യാസ് തീർന്നാൽ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് സ്വിച്ച് ഇട്ടാ പോരെ, ഇങ്ങോട്ട് ആയി കിട്ടൂലേ. ഈ ഇഞ്ചസും കുക്കർ മേടിച്ച് അതെത്ര കറണ്ട് വലിക്കാന്ന് അറിയാം എനിക്ക്? ഇവിടുത്തെ കറണ്ട് ബില്ലാണെങ്കിൽ അന്റെ ഉപ്പ കൊണ്ടു തരും. ഇവിടെ അന്റെ ഉപ്പാന്ന് പറയടി. കല്ലായാലും മരപ്പണി എടുക്കണ മമ്മദ് ഖാന്റെ മോള് എന്നാണ് കറണ്ട് കാണാൻ തുടങ്ങിയത്? അന്റെ പെരയിലുണ്ടാക്കിച്ച മണിയറയിലെ അന്റെ മോന്തയിലെ നാണം കാണാൻ ആ റാന്തൽ വിളക്കിനിടയിൽ നമ്മൾ ഇടങ്ങറായിക്കണ്. ഓ കറണ്ടിൽ കത്തുന്ന ഒരു അടുപ്പമാണെന്ന് പറഞ്ഞപ്പോ ഇഞ്ച കുടുംബത്തിൽ ഇല്ലായ്മ പറഞ്ഞ കൊച്ചല്ലേ. നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഗ്യാസിന്റെ കുറ്റി വരുന്നവരെ ഇവിടെ ഒരു കഞ്ഞിന്റെ വെള്ളം ഞാൻ ഉണ്ടാക്കൂല. നോക്കിക്കോ. കഞ്ഞിന്റെ വെള്ളം വേണ്ടി എനിക്ക് കഞ്ഞി മതി. ബേബിച്ചൊരു വട്ടി ഞാൻ മാണ്ട, ഞാൻ ആവശ്യപ്പെടുന്ന പീടെ പോയി തിന്നടി. അവനോന്റെ കത്തൽ അടിക്കാൻ മതിയല്ലോ അല്ലേ? ഒരേലോൾക്ക് എന്തെങ്കിലും മാണോ മാണ്ടേ എന്തെന്നോ കുറിച്ചൊന്നും നിങ്ങൾക്ക് നോക്കണ്ടല്ലോ അല്ലേ? സ്വന്തം കാര്യം മാത്രം നോക്കിക്കോളി. തന്നെ പറ്റി പെറ്റും വെളുപ്പി തരാൻ തുടങ്ങിയിട്ട് കൊല്ലം 10-18 ആയില്ലേ? അതൊക്കെ തങ്ങൾക്ക് തന്നെ. രാവും പകലും മുടക്കില്ലാത്തൊരു എന്തിനാ മാരിയല്ലേ ഞാനിവിടെ പണിയെടുക്കണേ? ഞാനൊന്ന് വീട് പോയാൽ അന്ന് അറിയും നിങ്ങളുടെ ബല. അന്ന് നിങ്ങളുടെ ഒന്ന് പോടി അവിടുന്ന്. അല്ല പിന്നെ MIT മൂസ MIT മൂസ MIT മൂസ MIT മൂസ. ആവശ്യപ്പെട്ട പുട്ടും കടല അടിക്കി മീൻ വെക്കാൻ പോകാനുള്ളതാണ്. ബേബേണോ? ആ മൂസ പുട്ടില്ല കേട്ടോ, അപ്പം ഉള്ളൂ. അന്ന അപ്പം കടല അടിക്കി. പെണ്ണുമ്പുള്ള വീട്ടിൽ നിന്നൊന്നും തന്നില്ലേ? ഗ്യാസ് പോയിന്ന്. ആരുടെ പെണ്ണുമ്പിള്ളയുടെ ഗ്യാസ് പോയോ? പെണ്ണുമ്പിള്ളല്ല, 10 ഉണ്ടാകൊണ്ട് വെക്കുമ്പോ ഗ്യാസ് തീർന്നു പോയി. ഒരു കുറ്റി മുമ്പേ ബുക്ക് ചെയ്ത് വെക്കേണ്ട മൂസ. ഗ്യാസ് ഇല്ലെങ്കിലേ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയും. സർക്കാർ സബ്സിഡിയിൽ 9 കുറ്റിയല്ലേ ഒരു കൊല്ലം കിട്ടുള്ളൂ. അതൊക്കെ പോരെ നിങ്ങൾക്ക് 4 അംഗങ്ങൾക്ക് ജീവിക്കാൻ. 10ാമത്തെ കുറ്റിയാന്ന് വീട്ടില് 1300 രൂപ മാസം മാസം എണ്ണി കൊടുക്കാൻ എന്റെ അടുത്ത് എവിടെയാ? പെരയിലെ വാടകയും പെരയിലെ ചെലവായിട്ടേ നടുപൊടിഞ്ഞ് നിൽക്കുക ഞാൻ. അപ്പൊ സബ്സിഡി ഉള്ള കുറ്റിയൊക്കെ തീർന്നോ? വല്ലാത്ത തീറ്റയാണല്ലോ മൂസ അത്. ഈ തിന്നുന്ന മുഴുവൻ എങ്ങോട്ട് പോകുന്നു എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും നിന്റെ വയറ്റിലേക്കല്ല. ആവശ്യപ്പെട്ട തിന്നുന്ന സാധനം ശരീരത്തിന് പിടിക്കണമെങ്കിൽ അത് മനസ്സുമാത്തോടെ തിന്നണം വേണ്ടേ? വേണം. ഇത് ഉള്ളിൽ തീയാണ്. നാളെ അടുപ്പ് പുകയുള്ള വക ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതിനിടയിൽ തിന്നുന്ന സാധനം മുഴുവൻ തീയിലിട്ട് ബന്ധു പോവും. അപ്പൊ ബന്ധ സാധനം അല്ലേ നീ തിന്നുന്നത്? വയറ്റിലെത്തിയിട്ട് പിന്നെ ഉപയോഗിക്കുന്ന എന്തിനാ? നിങ്ങളാളെ മക്കാറാക്കുക അല്ലെങ്കിൽ ആളെ മക്കാറാക്കുക. പോയി വെള്ളപ്പം കടലെടുത്തോണ്ടിരുന്നേ. എനിക്ക് മീൻ കച്ചവടത്തിന് പോണ്ടേ? മൂസ അറിഞ്ഞില്ലേ? എന്ത്? അവസാനം സംഗതി സ്ഥിരീകരിച്ചു. എന്ത്? അതിന് പിന്നിലും അമേരിക്ക തന്നെയാ. ഏതിനു പിന്നിൽ? ഈ ബാലേട്ടന് അമേരിക്കയിൽ ആരോ കൈവശം കൊടുത്തിക്കണ തോന്നുന്നത്. കുടിക്കണ വെള്ളത്തിന് പോലെ അമേരിക്കയാണ് മൂപ്പർക്ക്. ഓ ഇത് അങ്ങനെയല്ല മൂസ. ആധാർ കാർഡിന് പിന്നിൽ അമേരിക്കയാണെന്ന് എക്കണോമിക് ടൈംസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇംഗ്ലീഷാ? അല്ല ബാലേട്ടാ, ഈ അമേരിക്ക ഇടപെടാത്ത വല്ല കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉണ്ടെങ്കിൽ പറയും. മൂസ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഗ്യാസിന്റെ സബ്സിഡി എങ്ങനെ കിട്ടും? കാർഡ് എടുത്ത നമ്പർ കൊടുക്കണ വരെ 450 രൂപയ്ക്ക് കുറ്റി കിട്ടും. ഇതുവരെ അങ്ങനെയാ പോയത്. കാർഡ് വേണമെന്ന് കേന്ദ്ര സർക്കാർ, മാണ്ടാന്ന് കോടതി. ഓരോരു തീരുമാനത്തിലെത്തിട്ടെന്ന് നമ്മളും വിചാരിച്ചു. കോടതിയും കേന്ദ്രവും ഒക്കെ ഒരു തീരുമാനത്തിലെത്തിയാലല്ലേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റൂ. നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റിയാലല്ലേ ഗ്യാസ് ഏജൻസികൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ. ഈ ഗ്യാസ് ഏജൻസി അവസരപ്പെട്ട നിങ്ങൾ ഇങ്ങനെ നിന്ന് കത്തി വെക്കാതെ പോയി ചായ എടുത്തോണ്ടോ? കത്തിന്റെ കാര്യത്തിലേ നിങ്ങളെ തോപ്പിക്കും. നിർത്ത്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ചായ എടുക്കുന്നു. മൂസ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഞമ്മളോ? ഇക്കാര്യത്തിനോ? ഇക്കാര്യത്തിനല്ല, അമേരിക്കക്കാരൻ മൂസയെ നിയന്ത്രിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തില്. ഈ ഇട്ടാവട്ടത്തില് മീ വിൽക്കാൻ നടക്കണ ഞമ്മളെ കാര്യത്തിൽ എന്താ ഒബാമക്ക് എത്ര താല്പര്യം? മൂപ്പര് നമ്മളെ അളിയനാ? മൂപ്പരെന്തിനാ ഞമ്മളെ നിയന്ത്രിക്കാൻ നിൽക്കണെന്ന്? മൂസ ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ ആ വിവരം അമേരിക്ക അറിയും. അല്ല, അപ്പൊ അത്രയും പ്രശസ്തനായി ഞമ്മള്. ഈ ഒബാമന്റെ ഒരു കാര്യേ. എന്റെ ഉപ്പാന്റെ പേരാ മൂപ്പരുപ്പാക്കും, ഹുസൈന് തന്നെ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? മൂസ ആധാർ എടുത്താൽ മൂസയുടെ എല്ലാ വിവരവും അപ്പൊ അമേരിക്കക്ക് കിട്ടും. ഞമ്മള് വലിയ കഷ്ടത്തിലൊക്കെയാണ്. ആ വെളുത്ത പേരിൽ ഒരു പണി കിട്ടിയാല്. ഏത് പേരില്? വൈറ്റ് ഹൗസിലേ
ഒരു പണി കിട്ടിയാല് ചെന്നാ മതി. നമുക്ക് വലിയ വരുമാനമൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. എന്റെ മൂസ, നിന്നെ വിളിച്ച് പണി തരാനല്ല അവര് നിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. മോങ്കോ DB എന്ന അമേരിക്കൻ കമ്പനിക്കാണ് നമ്മുടെ ആധാർ നടപ്പാക്കാനുള്ള കരാർ ലഭിച്ചിരിക്കുന്നത്. ഇത് CIA ഫണ്ടുള്ള കമ്പനിയാ. CIA ഫണ്ട് കൊടുത്തല്ലേ പണ്ട് നമ്മുടെ EMS വീഴ്ത്തിയത്. അങ്ങനെ സംഭവം ഉണ്ടായോ? അപ്പൊ പുറമേ കാണും പോലെയല്ല, ഔസേപ്പെട്ടന്റെ വിവരമുണ്ട്. ഔസേപ്പെട്ട അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാറില്ല. വിവരം അത് നമ്മളെ വിവരം കിട്ടിയിട്ട് ബാലേട്ട അമേരിക്കക്കാർക്ക് എന്ത് ചെയ്യാനാ? അമേരിക്കക്ക് ഇഷ്ടമില്ലാത്ത കുറെ പേരുടെ എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടിയാൽ നിങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അല്ല, അമേരിക്കക്ക് ഇഷ്ടമില്ലാണ്ടൊക്കെ ഞാൻ ഒബാമാന്റെ പോലെ തോണ്ടിയിട്ടൊന്നുമില്ലല്ലോ. മൂസ, ഹിറ്റ്ലർ എങ്ങനെയാ ജൂതന്മാരെ കൊന്നതെന്ന് അറിയാവോ? ഇല്ല. അതിനാദ്യം ജർമ്മനിയിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. അപ്പോ വലിയ തെരച്ചിലില്ലാതെ കാർഡ് നോക്കി ആളുകളെ കൊല്ലാമല്ലോ. അതുപോലെ ആധാർ വന്നാൽ അമേരിക്കക്കാർക്ക് ശത്രുക്കളെ എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. വഴിയാധാരാവുന്ന അർത്ഥം. ചുരുക്കത്തില് ആധാർ ഒരു കെണിയാണ്. ആധാർ എന്ന് പറഞ്ഞാൽ 12 അക്ക നമ്പറാണ്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിലുണ്ടാവും. ഒരു കോഡിലൂടെ ഒരു വ്യക്തിയെ വിദൂരതയിൽ ഇരുന്ന് നിയന്ത്രിക്കാം. അപ്പൊ ഒബാമയുടെ കയ്യിലുള്ള റിമോട്ടിലാണ് നമ്മൾ നടക്കുന്നതും ഓടുന്നതും പാത്തുന്നതും ഒക്കെ. പക്ഷെ ഈ ആധാർ ഇല്ലാണ്ട് ഗ്യാസിന്റെ സബ്സിഡി എങ്ങനെ കിട്ടണ ബാലേട്ടാ? ആധാർ ഉണ്ടായാലും സബ്സിഡി കിട്ടാൻ വലിയ പാടാ. അത് ബാലിനെങ്ങനെ അറിയാം? എന്റെ അനുഭവത്തിൽ നിന്ന്. അപ്പൊ ബാലേട്ടന് ആധാർ കാർഡ് ഉണ്ട്, പക്ഷെ സബ്സിഡി കിട്ടിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി പണം എത്തിയിട്ടില്ലെന്ന്. ഗ്യാസ് ഏജൻസിയും ബാങ്കും കൂടി എന്നെ ഷട്ടിൽ കോക്കിട്ട് തട്ടും പോലെ തട്ടുക. ഇനി ഒരു നിമിഷം ഇവിടെ കുത്തിരുന്നാലേ നിങ്ങളെ ഫുട്ബോൾ തട്ടും പോലെ എടുത്ത് തട്ടും നമ്മൾ. വേണ്ട മൂസ, വെറുതെ ഈ പാഴ്ത്തടി തട്ടി നിന്റെ കാലൊടിക്കണം. അല്ല ഔസേപ്പെട്ട, മനുഷ്യൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ആധാർ അമേരിക്കക്കാരുടെ കെണിയാണെന്ന് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിച്ചിട്ട് മൂപ്പരെ പോക്കറ്റിലത് ആധാർ കാർഡ്. എന്ത് മനുഷ്യനാ നിങ്ങൾ? സ്കൂളിൽ അത്മാഷ പോലെ ക്ലാസ് എടുക്കാൻ മുമ്പ് നിങ്ങൾക്ക് എന്താ നാളെ പരീക്ഷ ഉണ്ടോ? ഓർക്കുമ്പോൾ നാളെ ഒബാമ വേണ്ട വെടിവെച്ച് കൊല്ലുങ്ങളെ. പോടാ. എന്തെത്തും പൊടിയാണ് ഇവിടെ. തൂത്താലും തൂത്താലും പോവാത്ത ഓരോരോ പൊടി. അച്ഛന്റെ കണ്ണിലും മൂക്കിലും. അല്ല, നിങ്ങൾ ഗ്യാസിന്റെ കുറ്റി കൊണ്ടുവന്നില്ല? കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ കാണൂലേ? ഓ, ഈ ഒരു ഗ്യാസിന്റെ കുറ്റി ഈ മീൻ വണ്ടി മേൽ വെച്ച് കൊണ്ടുവന്നൂടാ? പാത്തോ, അതിനോട് പലതവണ നമ്മൾ പറഞ്ഞിങ്ങനെ ഇതിനെ മീൻ വണ്ടി വിളിക്കരുത്. ഇത് MIT ആണ്, നമ്മളെ മീൻകാര ദേശീയ വാഹനം. വേണ്ട, ഞാൻ ഈ MIT തന്നെ വിളിക്കാം. ഇത് മീൻ വണ്ടി അല്ലാണ്ടാവോ? പിന്നെ മീൻ വണ്ടി. എടി, അനക്ക് ഈ വണ്ടിയിലൊന്ന് ബഹുമാനിച്ചൂടെ? കടലിൽ പൊളച്ചു നടക്കുന്ന എത്ര മീനുകളാണ് ഈ വണ്ടിയിൽ കയറി യാത്ര ചെയ്തെന്ന് എനിക്കറിയോ? ആരാന്റെ അണ്ണാക്കിലേക്കല്ലേ യാത്ര ചെയ്യുന്നത്? വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കടാ. അടുപ്പ് ഊതി ഊതി ഊതിന്റെ പള്ളല് നിറച്ചു പോകപ്പോ. എന്നാ പിന്നെ നമുക്ക് ആ കൊലൊന്ന് പൈപ്പിച്ചാലോ? പൈപ്പിച്ച് തരാം ഞാൻ. ഇന്ന് മുതൽ ഇവിടെ അടുക്കള സമര. ഗ്യാസ് കിട്ടുന്ന വരെ ഈ പാത്തുമ്മ അടുക്കള കേറൂല, ഒരു പണി ചെയ്യൂല. സമരം പ്രഖ്യാപിച്ച്. പാത്തോ, ഗ്യാസ് ഈ പറയും പോലെ കിട്ടുന്ന സാധനമല്ല. പീടിയെ പോയിട്ട് പഞ്ചാരി അരിയും മേടിക്കുമ്പോൾ കിട്ടുന്ന സാധനല്ലത്. നേരത്തിനും കാലത്തിനും ബുക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാ. പെട്ടെന്ന് കുറ്റി തിരിഞ്ഞ് നമ്മളും വിചാരിച്ചില്ലല്ലോ. 3-4 നേരം ഇങ്ങനെ വേട്ടി മെങ്ങും ആലോചിക്കേണ്ടി ഗ്യാസ് തീരുന്നേ. തിന്നണേന് കണക്ക് പറയില്ല പാത്തു. ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടല്ലേ. പിന്നെ തിന്നാൻ ഉണ്ടാക്കുന്നതിനും പറയരുത്. തിന്നാൻ വല്ലതും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ ഗ്യാസും കുറ്റി എത്തിക്കണം. ഉണക്കമട്ടലും ഓലക്കണ്ണിയും കത്തിച്ച് അടുപ്പ് കുട്ടി ചോറും കറിയും ഉണ്ടാക്കാൻ ഇനി പാത്തുമാനെ കിട്ടൂല. മാണ്ടടി മാണ്ട, നമ്മള് മോളുണ്ടാക്കും ചോറും കറിയൊക്കെ. ഓ പിന്നെ എന്നെ കിട്ടൂല. ഞാനും ഉമ്മാന്റെ പെരുമായിക്ക് അടുക്കള സമരക്കി, അടുക്കള സമരക്കി. ഇങ്ങനെയാണെങ്കിൽ ആപത്ത് കാലത്ത് നിങ്ങളാരും ഉപ്പാന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉപ്പ സെന്റ് അടിക്കാണ്ട് പോയി കുറ്റി എടുത്തിട്ട് വരും. സബ്സിഡി ഇല്ലാത്ത കുറ്റിക്ക് 1200 ഉറുപ്പ് കൊടുക്കണല്ലേ പഠിച്ചോ? കുറ്റി മൈക്കോളി പൈസ കൊടുക്കാൻ കുറ്റി കിട്ടിയേ. 1000 ഉറുപ്പ് അങ്ങോട്ട് എടുക്ക്. നിങ്ങളൊന്നും കാത്തിക്കൂല. നമ്മൾ എന്നെ പോയി കുറ്റി കൊണ്ടുവരും. കുറ്റി വാങ്ങാനുള്ള കായ്ക്ക് പിന്നെ നമ്മൾ എവിടെയാ പോവുക? കുറ്റി വാങ്ങാനുള്ള കായ് മാത്രം പോരാ, കുറ്റിബടെ എത്തുന്ന വരെ ഞമ്മക്ക് തിന്നാനുള്ള ഭക്ഷണവും വേണം. എനിക്ക് ചപ്പാത്തിയും ജിഞ്ചർ ചിക്കനും. ജിഞ്ചർ പഞ്ചറാവടി വയറ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒന്നും കഴിക്കരുത്, ഉപ്പാന്റെ കീസയും പഞ്ചറാവും. അങ്ങോട്ടേക്ക് അടുക്കള സമരം തീരുന്ന വരെ ഇവിടുത്തെ അടുപ്പ് പുകയൂല. പുകഞ്ഞ് കത്തണ ഞമ്മളേക്കും.
ദഹിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. കുറ്റില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ ഞമ്മളൊന്ന് നോക്കട്ടെ. അപ്പൊ കുറ്റി മാങ്ങണ്ട നിങ്ങൾ അങ്ങോട്ട് നിശ്ചയിച്ച്. ആ കായില്ലാത്തതിന്റെ പേരില് അത് വാങ്ങണ്ട ഞമ്മളങ്ങോട്ട് നിശ്ചയിച്ചു. എന്നാ പിന്നെ കുറ്റി കിട്ടോ ഞമ്മളൊന്ന് നോക്കട്ടെ. ഇജ്ജ് നോക്കടി, ഞമ്മളെ ഗ്യാസ് ഏജൻസിയിൽ ഞാൻ പോയതാ, ആടെ സാധനം സ്റ്റോക്കില്ല. ഞമ്മളതിന് ഏജൻസി പോയിട്ടല്ല, ഇവിടെ ഇരുന്ന് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തെത്ത് പിരാന്താണ് പാത്തോ ഈ പറയണത്? ഗ്യാസ് പെരലുണ്ടാക്കി. എന്താ ഞാൻ ഉണ്ടാക്കിണ്ടാകാത്തത് ഈ ഗ്യാസ്? പഠിച്ചോനെ, രാവിലെ പാതി വണ്ട പത്തിരി കൊണ്ട് തന്നപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചതാ ഓളെ തലക്കെന്തോ ഓളം കുടിക്കണം. ഉമ്മ വിചാരിക്കും പോലെ ഒന്നും ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ ഉണ്ടാക്കും ഗ്യാസ്, ഈ പൊരയില് പാത്തിമ ഉണ്ടാക്കും ഗ്യാസ്. ഗ്യാസ് തീർന്നോണ്ട് പിരാന്തായിന്നാ തോന്നുന്നത്. മോളെ, ഗ്യാസ് സ്റ്റബിൾ ഉണ്ടാക്കുന്നതാണ് എന്റെ ഉമ്മ പറഞ്ഞു വരുന്നത്. നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബയറ്റിന്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവും. അങ്ങനെ പെരയുള്ളവർക്ക് മുഴുവൻ ഗ്യാസ് ഉണ്ടാക്കുന്നതായിരിക്കും ഓള് പറയണത്. എന്താ മനുഷ്യ ഞങ്ങൾ ഓളെ ചെവിയിൽ കുനുകുനു സ്വകാര്യം പറയണേ? ഓളുമ്മക്ക് പ്രാന്താണെന്നില്ലേ? പ്രാന്ത് മൂത്ത് ഞമ്മളിവിടെ ഗ്യാസ് ഉണ്ടാക്കുന്നില്ലേ? അതുങ്ങളെയും കുട്ടികളെയും പള്ളലല്ല. നോക്കിക്കോ അങ്ങോട്ട് മാറ്. തെക്കിനെ തുറന്ന മോളെ. MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ. എന്തെത്താ നോക്കിക്കണേ? 13 ഉറുപ്പ്യന്റെ പാർസൽ കൊണ്ടുവന്നിട്ട് ഇനി വിളമ്പി തരണ നമ്മള്. വിളമ്പാൻ ആര് വരട്ടെന്ന്? വിളമ്പാനായില്ലാന്ന്. ഓ, ഞാൻ വിചാരിച്ചു വിളമ്പാൻ ആരോ വരുന്നുണ്ട്. അല്ല, ഇനിയിപ്പൊ നേരം കാലം നോക്കണോ വിളമ്പായി? ഭക്ഷണം വിളമ്പി തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ബാക്കി തരണം. എന്ത് വാക്കാ എനിക്കിപ്പോ നമ്മള് തരണ്ടേ? അതിലേതെങ്കിലും മതിയോ? അത് വാക്കല്ലപ്പാ, അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ കൂടിയതാണ് വാക്ക്. ദാറ്റ് മീൻസ് വേർഡ്. എന്താണ്? ഒന്ന്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് എടുക്കണം. 2, ഗ്യാസ് തീരുന്നതിന് മുമ്പ് നിങ്ങളെ ബുക്ക് ചെയ്യണം. 3, ഒരു കുറ്റി എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവണം. ആധാർ കാർഡ് എടുക്കാൻ ഞാൻ എന്റെ ജന്മത്തിൽ പോവില്ല പാത്തുവോ. അതെടുത്താലേ അമേരിക്കക്കാർ എപ്പോഴും നമ്മളെ ഒളിഞ്ഞു നോക്കുന്ന ബാലേട്ടൻ പറഞ്ഞു. ഒബാമ നോക്ക നിങ്ങൾ ആരാ? ഒസാമിയോ? നിങ്ങള് മൂസക്കായ? ഒബാമയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കോഴിക്കോട്ടങ്ങാടിയിൽ മീൻ വിറ്റ് നടക്കുന്ന മൂസ ഏട്ട് പോന്ന് ആർക്കൊക്കെ മീൻ കൊടുക്കണെന്നൊക്കെ നോക്കി നടക്കേ. നിങ്ങളൊന്ന് പോയേ. ആധാർ കാർഡ് എടുക്കണമെങ്കിലേ ഓര് നമ്മളെ 10 വിരൽ അടയാളങ്ങൾ എടുക്കൂ. കണ്ണ് സ്കാൻ ചെയ്യും. കണ്ണിന്റെ ഞരമ്പിന്റെ അടയാളങ്ങൾ വരെ എടുക്കൂ. ഈ വിവരങ്ങളൊക്കെ ഒരു വേറെന്തെങ്കിലും ഉപയോഗിക്കണ്ടോ ആരറിഞ്ഞു? ഒക്കെ പോണതോ അമേരിക്കന്റെ കമ്പ്യൂട്ടറിലേക്കാ. നിങ്ങൾ എത്ര പോലുള്ള കണ്ണിന്റെ മൂക്കിന്റെ ഒക്കെ അടയാളം എടുത്തിട്ട് ഓല് കോഴിക്കോട്ടങ്ങാടിയിൽ ബോംബിടാൻ പോകല്ലേ? നിങ്ങളൊന്ന് പോയായിരുന്നേ. നിങ്ങളെ ഗുളൂസൊക്കെ അങ്ങ് നിർത്തിക്കാളി. എന്നോട് ആരോടെ തിന്നാൻ പറഞ്ഞേ? എന്റെ വിശപ്പിന്റെ വിളി കേട്ടതാണുമ്മ. നിങ്ങൾ നിന്ന് ചർച്ച ചെയ്യും, ഞാൻ തിന്നോണ്ട് ചർച്ച ചെയ്യാം. കൊടല് കരിഞ്ഞ് മണക്കുമ്പോഴാ അമേരിക്ക ആധാർ കാർഡും പറയും പോലെ. എനിക്ക് തുടങ്ങിയാലോ? എനിക്ക് വാക്ക് കിട്ടിയിട്ടില്ല. വാക്കോ വാചകോ എന്താ ഞാൻ തര പാത്തുവോ? പൈച്ചിട്ട് പള്ളേന്ന് പാട്ട് പാടുന്ന പാത്തുവോ? എടുത്തുണ്ടാ നിങ്ങളെ പൈക്കുന്ന പള്ളേലെ വിളി ഞാൻ നിർത്തിട്ടാ. ആയ സ്ഥിതിക്ക് അടുക്കള സമരം കണ്ട് അവസാനിപ്പിച്ചു വിടുമ്പക്ക് കുറ്റി കൊടുക്കാൻ 1000 ഉറുപ്പ്യ ഇല്ലാത്തോണ്ടാണ് പാത്തുവോ. ഇതിപ്പോ ഒരു നേരത്തെ പാർസലിന് തന്നെ 300 ഉറുപ്പ്യായി. ഇങ്ങനെ പോയാ 4 നേരം തിന്നുമ്പോഴേക്കും 1000 ഉറുപ്പ്യ കാലിയാവും. അല്ല, ഏത് സമരമാണെങ്കിലും അതിനൊരു ചർച്ചയൊക്കെ ഉണ്ടാവൂലേ? ചർച്ച അലസി പിരിയാനാണ് സാധ്യത. ഉമ്മ അടുത്ത ഡിമാൻഡ് വെക്കും. ഉണ്ടോ? ഉണ്ട്. അതിന്റെ ഇവിടെയുള്ളോല് കഴിച്ചതിന്റെ എച്ചിലും ചപ്പും ചവറും ഒന്നും പുറത്ത് കളയാൻ പാടില്ല. അല്ല, അതാ കുടുംബശ്രീക്കാരെ എടുത്തുണ്ടായിക്കോളൂ. ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറുമല്ലോ. കൊടുക്കൂല. ഇപ്പൊ ഈ തിന്നുന്ന കോയിന്റെ എല്ലും തോലും ഒക്കെ മാണം. അപ്പൊ ജി എല്ലാം തിന്നാ പോണേ? നിങ്ങളൊന്ന് പോയായിരുന്നേ. പഠിച്ചോനെ, ചികിത്സിച്ചാലും മാറാത്ത സ്റ്റേജൊക്കെ കഴിഞ്ഞിക്കും തോന്നണല്ലോ. എന്റെ പാത്തോ ഈ പെരനൊരു ഞെളിയമ്പരം ആക്കുവോ? നിങ്ങളൊന്നും ഇങ്ങോട്ട് നോക്കി. കിട്ടുന്ന മാലിന്യങ്ങൾ മുഴുവൻ കൂട്ടി വെക്കണം. പെട്ടെന്ന് എച്ചിൽ, ചീഞ്ഞലിഞ്ഞ ഇറച്ചി മീനും മുള്ളും, പഴകി പുളിച്ച കറികൾ, കെട്ടുപൊയ്ത്ത പച്ചക്കറികൾ, എല്ലാം കൂടി ദിവസം 10 കിലോ വേസ്റ്റ് കിട്ടിയ കുസാലായി. നിങ്ങളെന്താ മനുഷ്യ അന്തം വിട്ട് കുന്തമണിങ്ങമായി നിക്കണേ? കുന്തല്ലമ്മ, കോയിക്കാലാണ് പല തൊള്ളേല്. അതുകൊണ്ടല്ലേ മിണ്ടാൻ പറ്റാത്ത. ഞാൻ പറഞ്ഞോക്കെ നിങ്ങൾ സമ്മതിച്ചോ? സമ്മതിച്ചു. ഒരു ചന്ദനത്തിരി, ഒറ്റ ചന്ദനത്തിരി വാങ്ങാൻ എന്നെ സമ്മതിക്കണം.
എന്തേ നിങ്ങൾ മതം മാറി പ്രാർത്ഥിക്കാൻ പോകണ്ടോ? അല്ല, ഈ മാലിന്യ കൂമ്പാരത്തിൽ കഴിയുമ്പോഴേ ഉറക്കം കിട്ടാനാണ് പാത്തുവോ ഒറ്റ ചന്നത്തിരി. ഹാ ഹായ് നമ്മൾ ആലോചിക്കാം. ഇപ്പൊ എന്തായാലും നിങ്ങൾ തിന്നോളി. ഇതെന്തായാലും വേണ്ടിയേ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ മതി. വലിച്ചാ മതിയോ? ഹലോ, ആ ഫാത്തിമ തന്നെയാ. ആ നിങ്ങൾ പറഞ്ഞോളി, കേക്കുണ്ട്. ആ 8000 ഉറുപ്പ്യ അല്ലേ ചെലവ്? 4000 ഉറുപ്പ്യ ഞാൻ നാളെ തരും. ബാക്കി ഇങ്ങനെ ഗഡുക്കളായിട്ട് പോരെ. നാളെ രാവിലെ സംഗതി പൊരയിലെത്തണേ. ശരി, ആയിക്കോട്ടെ. ആക്കെ പറഞ്ഞോട്ടെ തന്നെ. ആയിക്കോട്ടെ, ദോലങ്ങ് നിർത്തിക്കാളൂലേ പറയുന്നേ. കോഴിമുട്ട വിറ്റിട്ടോ ഔസേപ്പേട്ടന്റെ പീടിയയില് ഞാൻ പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ കുറച്ച് പൈസ ഞാൻ കുടുംബശ്രീയിൽ ഇട്ടിനു. അതിന്ന് കിട്ടി. അപ്പൊ ആ പൈസക്ക് മുഴുവൻ ഈ മാലിന്യക്കുമ്പാരം വാങ്ങി കൂട്ടാൻ പോവുക. അതാലോചിച്ചിട്ട് എനിക്കിത് തിന്നാനും തോന്നില്ലല്ലോ പാത്തു. നിങ്ങൾ ഏതായാലും ഈ ചപ്പാത്തി തിന്ന് തീർക്കി, ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം. കുടി കുടി, തൊണ്ടേന്നങ്ങോട്ട് ഇറങ്ങട്ടെ. ഇങ്ങനെ മിണുങ്ങല്ല പെണ്ണേ. അനക്ക് വേണ്ടേ? മാണോ? ബാക്കിയുടെ വെച്ചോളി. കുടിക്കി. മൂസക്കായേ, മൂസക്കായ ഇങ്ങോട്ട് വരി. എന്താണ് പാത്തുവ വല്ലാത്തൊരു ഇടങ്ങറ്. അല്ലാ, രാവിലെ തന്നെ കൈക്കോട്ടാണല്ലോ കണി. എനിക്ക് വേറെന്തെങ്കിലും നല്ലൊരു സാധനത്ത് കൈമ പിടിച്ചോടിയോ? 3.5 അടി താഴ്ച, 4 അടി വീതി, ഒരു കുയ്കുത്തി. ഇന്നെ കുഴിച്ചിടാനാ? നിങ്ങളെ കുഴിച്ചിടാൻ 2 അടി പോരെ. അത് ഞാൻ കുത്തിക്കോളൂ. ഊലിപ്പം വരും കുയ്ക്കി. അല്ല, ഇന്നെ കൊല്ലാൻ ആള് വരുന്നുണ്ടോ? ഞാൻ കുഴിച്ച കുഴി തന്നെ എന്നെ തള്ളിയിടുക? നിങ്ങൾ മാഞ്ഞാലും കൊഞ്ചലിയെ കുഴിച്ചോടി. ഓ, അപ്പൊ ഉപ്പാനെ പച്ചോടെ കുഴിച്ചിരുന്ന കാണാൻ വന്നേക്കും മക്കളല്ലേ? എന്റെ ഉപ്പ, നിങ്ങൾക്ക് ഇത്രയും തലയ്ക്ക് വെളിവില്ലാതായി പോയല്ലോ. അതിന്റെ മോളെ, പൊരയിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഉമ്മ കുഴി കുഴിക്കാൻ പറഞ്ഞത്. അതിനാണ് പൊരയിലെ വേസ്റ്റ് മുഴുവൻ കളയണ്ടെന്ന് പറഞ്ഞത്. ഒക്കെ അതിലിടും. പാചകത്തിനുള്ള ഗ്യാസ് മുഴുവൻ അതിൽ നിന്ന് കിട്ടും. ഏത് ജൈവ വസ്തു അഴുകുമ്പോ വാതകം ഉണ്ടാവും. വായു ഇല്ലാത്തടത്ത് നിന്ന് അഴുകുമ്പോ ബയോഗ്യാസ് ഉണ്ടാവും. അത് പ്ലാന്റിൽ നിന്ന് അടുക്കളയിലേക്ക് പൈപ്പിട്ട് നേരെ പാചകത്തിന് ഉപയോഗിക്കുന്നു. ഒരു പോർട്ടബിൾ പ്ലാന്റ് ഇപ്പൊ വരും. ഉപ്പ കുഴിക്കുന്ന കുഴിയിലേക്ക് ഒരു ഫെറോസിമെന്റ് റിംഗ് അങ്ങ് ഇറക്കി വെക്കും. അതിന്റെ മോനെ ഫിറോസിമെന്റ് അത് ഉപ്പക്ക് തിരിയൂല. ഉമ്മാക്കും തിരിയൂല. അത് ഞാൻ പറയുന്നത് കേൾക്കുക. കുഴിയിലേക്ക് ഫെറോസിമെന്റ് റിംഗ് അങ്ങ് ഇറക്കി വെക്കും. എന്നിട്ട് എന്റെ പ്ലാന്റ് അതിൽ ഉറപ്പിക്കും. ബാധകം വരും, ബാധകം വരും അറിഞ്ഞല്ലേ? ഇന്റുപ്പ ബാധകല്ല, വാതകം. ഇപ്പോഴാണ് സംഗതി നമുക്ക് പിടിയിട്ടി. എന്തായാലും നിങ്ങൾ ഉമ്മണ്ടല്ലോ, എന്റെ പാത്തു ഇവള് വെറുതെ ഞമ്മള് കെട്ടിയ ഇവളൊരു സംഭവമാണ്. ഞാൻ കുയിക്കാം. കറി വെക്കാൻ അറിയാവോ? പോട്ടെ, കഞ്ഞി വെക്കാൻ അറിയാവോ? ഒക്കെ പഠിക്കണ അവസരപ്പെട്ട. പിന്നെ നമുക്ക് ചോറും കറിയും വെക്കണതൊന്ന് പഠിക്കണം. എന്നാ പിന്നെ ഓളെ സേവല്ലാണ്ട് നമുക്ക് ചെയ്യാലോ. അല്ല, ഏത് നേരവും ആണുങ്ങളെ കുറ്റം പറയുന്ന ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ, ഇതിന്റെ ഒരു പേര്. ഓ, ഫെമിനിസ്റ്റുകളെയാണോ മൂസ ഉദ്ദേശിച്ചത്? ആ, അത് തന്നെ. അത് നമുക്ക് ഇട്ടേറ്റാ. തിന്ന പാത്രം കേക്ക് വെച്ച വകയില് 600. മാസം 4000 രൂപയുടെ പണിയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ഞമ്മളിപ്പോ തൽക്കാലം ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. ഉണ്ടല്ലോ, 440 രൂപയുടെ പണി നിങ്ങൾ ചെയ്യണ്ടല്ലോ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ടി തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. മുടഞ്ഞതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി, പാവം കൂനിന്മേൽ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി, ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ, അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ, ഇവൻ
വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ MIT മൂസ